കോലഞ്ചേരി തമ്മാനിമറ്റത്ത് ഇന്നലെ വൈകിട്ടുണ്ടായ മഴയിലാണ് ഈ കാണുന്ന തരത്തിൽ വലിയൊരു ദുരന്തമുണ്ടായത്. ഒരു വീടിന്റെ ഒരു ഭാഗത്തേക്ക് മണ്ണിടിഞ്ഞു വീണ് ഇത്രയധികം ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. വീടിനോട് ചേർന്നുള്ള ഒരു തൊഴുത്തിന്റെ ഒരു ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായി. ഈ സമാനമായ രീതിയിൽ കഴിഞ്ഞ മാസം 26-ാം തീയതിയും ഇവിടെ മണ്ണിടിച്ചിലുണ്ടായെന്നാണ് വീട്ടുകാർ പരാതിപ്പെടുന്നത്. എന്തിനാ വീണ്ടും ഓടിയത് റൂമിനുള്ളിലേക്ക്? സ്കൂൾ ബാഗ് എടുക്കാൻ ഓടി. അതെന്തേ? സ്കൂളിൽ പോയി ബാഗ് ഉണ്ട്. വേറൊന്നും എടുക്കാൻ തോന്നിയില്ല? ഫോൺ എടുത്തു. പേടിയായില്ലേ രണ്ടാമത് വീണ്ടും ഓടിപ്പോയപ്പോ? ഇടിഞ്ഞപ്പോഴാ പോയത്. എവിടെ കൊണ്ടുവച്ചു ബാഗ്? അതാണോ അവിനാശിന്റെ മുറി? ഇവിടെ മൊത്തം മണ്ണായല്ലോ. ബാഗ് എവിടെ ഇരുന്നതാ? ഇവിടെ ഒരു കസേര ഉണ്ടായിരുന്നു. കസേര ഇപ്പൊ അങ്ങോട്ട് മാറ്റി. കസേര പുറത്താണ് ബാഗിരുന്നു. അയ്യോ, ഇവിടെ കല്ല കിടപ്പുണ്ടല്ലോ. ആ കല്ലടപ്പുണ്ട്. അവിടെ നിന്ന് ഒരു ചോർച്ചയുണ്ടായിരുന്നു. ഇങ്ങനെ നേരത്തെ വീണപ്പ അല്ല ഇങ്ങനെയായിരുന്നു. പിന്നെ ഇന്ന് രാവിലെയാണ് ഇങ്ങനെ ഇവിടെ ഒരു വിള്ളലുണ്ടായിരുന്നു. നേരത്തെ അവിടെ ഫുൾ പൊട്ടിയുണ്ട്. കട്ടിൽ മാറ്റിയുള്ള ഇവിടെ ഒരു വിള്ളലുണ്ടായിരുന്നു. കട്ടിലിന് ഫുള്ളായിരുന്നു കല്ലും ഇഷ്ടികയൊക്കെ ആയിരുന്നു. രണ്ടാമത് തിരിഞ്ഞോടുമ്പോ മോന് പേടിയില്ലായിരുന്നു വീണ്ടും മണ്ണിടിയൊന്നും? ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ആയിരുന്നു അപ്പൊ വിള്ളല്. ഇവിടെ അടുത്തായോണ്ട് അത് എടുത്തിട്ട് പോയി. ഓടി. രണ്ടും കൽപ്പിച്ച് ഓടിയതാണോ? അത്രയ്ക്ക് ഇഷ്ടമാണ് പഠിക്കാൻ? മോൻ ആരാകാനാണ് ആഗ്രഹം പഠിച്ചിട്ട്? ഡോക്ടർ ആവണം. ഡോക്ടർ ആവുമോ? അതിനുവേണ്ടിയാണ് തിരിഞ്ഞോടിയതല്ലേ? അവിനാശിന് ഡോക്ടറാകാനാണ് ആഗ്രഹം. ആ ദുരന്ത മുഖത്ത് നിൽക്കുമ്പോഴും മറ്റ് സാധനങ്ങളൊന്നും എടുക്കാതെ അവൻ തിരിഞ്ഞോടിയത് അവന്റെ സ്കൂൾ ബാഗ് എടുക്കാനാണ്. അവിനാശ് ഡോക്ടറാകട്ടെ. ക്യാമറമാൻ ജോയ്സിയാറിനൊപ്പം ആദിത്യ റോമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ആദിത്യ, നമുക്ക് പോകണ്ട. ആദിത്യ, നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ അത് എത്ര കൊച്ചായാലും എത്ര വലുതായാലും നമ്മുടെ സ്വർഗമാണ് അല്ലേ? അവിടെ ചെന്നാലാണ് ഏതൊരു മനുഷ്യനും ആശ്വാസമായി എന്ന് പറയാം. ആ വീടിനൊരു ചെറിയ പോറലേറ്റാൽ പോലും നമുക്ക് ആർക്കും സഹിക്കാൻ കഴിയില്ല. ആ വേദന അവിനാശിൻ്റെ മുഖത്തുണ്ട്. അതിനിടയിലാണ് തൻ്റെ ബാഗ് ചേർത്ത് പിടിച്ചോടുന്നത്. അവൻ്റെ ആഗ്രഹം സാധിക്കട്ടെ. ആ വീട് എങ്ങനെയെങ്കിലും ഒന്ന് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആക്കാനുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം അവിടെ ഉണ്ടോ? ആരുടെയെങ്കിലും സഹായങ്ങൾ ഈ ജനപ്രതിനിധികളൊക്കെ വന്ന് അന്വേഷിച്ചോ? ദിവീഷ്, ആ വീട്ടിലുള്ളവരെ നിലവിൽ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂല പ്രതികരണത്തിനായി അവർ കാത്തു നിൽക്കുകയാണ്. കാരണം ഇതിനു മുൻപും ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ അധികൃതർ അവരെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അന്ന് വീടിന് കേടുപാടുണ്ടായില്ല എന്ന് കാരണം പറഞ്ഞാണ് അധികൃതർ അവരെ അവഗണിച്ചത്. ഇന്ന് അവരുടെ വീടിൻ്റെ മുകളിൽ മണ്ണിടിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ ഒരു ഭാഗം തന്നെ മൺമറഞ്ഞു പോയിരിക്കുകയാണ്. ഇനി അധികൃതർ എന്ത് ചെയ്യുമെന്ന് നമ്മൾ കാത്തിരുന്ന് കാണാം, പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അവിനാശ് ചെയ്തതുപോലെ ഈ ഒരു ദുരന്തമുഖത്തും അവിനാശിൻ്റെ പ്രതീക്ഷ അവൻ്റെ സ്കൂൾ ബാഗായിരുന്നു, അവൻ്റെ വിദ്യാഭ്യാസമായിരുന്നു. അതിനുവേണ്ടി അവൻ തിരിഞ്ഞോടി എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഇന്ന് വല്ലാത്തൊരു ദിവസമാണ്. കാരണം ഇന്ന് രാവിലെ തന്നെ ഈ മഴക്കെടുതിയുടെ വാർത്തകളുമായി ഓടി നടക്കുകയാണ്. കുട്ടമ്പുഴയിൽ ഒരു പാലം തന്നെ വെള്ളത്തിനടിയിലായി, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെയാകുന്നു. അതിനുശേഷം ഈ വീട്ടിൽ കോലഞ്ചേരിയിൽ മണ്ണിടിഞ്ഞ് വീണ് ഒരു വീട് തന്നെ മണ്ണിനടിയിലായി പോകുന്ന അവസ്ഥ. അവിടെ എത്തുമ്പോഴും ഈ രണ്ടിടത്തും എനിക്ക് കാണാനാകുന്നത് ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വിലയാണ്. അവിടെ നാട്ടുകാരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവിടെ കുട്ടമ്പുഴയിൽ രോഗികൾക്ക് ആശുപത്രിയിൽ പോകാനാവാത്തൊരു സാഹചര്യമാണ് ആ പാലം വെള്ളത്തിനടിയിലാവുമ്പോൾ. അവരും പറയുന്നത് ഞങ്ങളുടെ കുട്ടികളെ വഞ്ചിയിൽ സ്കൂളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. വഞ്ചിയിൽ പോകുന്ന വളരെ വലിയ അപകടം ഉണ്ടായേക്കാവുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും അവർ വഞ്ചിയിൽ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ അവിനാശ് തിരിഞ്ഞോടുകയാണ്. അവിനാശ് ഡോക്ടറാവണം, തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം. ഈ വിദ്യാഭ്യാസത്തിൻ്റെ വില എന്താണെന്ന് അവിനാശ് നമുക്ക് കാട്ടിത്തരികയാണ്. നമ്മളൊക്കെ ഒരു ദുരന്തമുഖത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ദുരന്തമുഖത്ത് നമ്മളായിപ്പോയാൽ നമ്മൾ എന്തെടുക്കുമായിരിക്കും? ചിലപ്പോൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കുമായിരിക്കും, നമ്മുടെ പണം എടുക്കുമായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ എടുക്കുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ആപേക്ഷികമായ ആളുകൾ അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കനുസരിച്ച് എടുക്കുമായിരിക്കും. അവിനാശ് എടുത്തത് തൻ്റെ പാഠപുസ്തകങ്ങളാണ്. ഒരു അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ അവിനാശിൻ്റെ ഈ ഒരു കഥ മറ്റു കുട്ടികളിലേക്കൊക്കെ എത്തട്ടെ, അതുപോലെ തന്നെ മാതാപിതാക്കളിലേക്കും എത്തട്ടെ. അവിനാശിനെ പോലുള്ളവരാണ് നമ്മുടെ കേരളത്തിന്റെ ഈ വിദ്യാഭ്യാസ രംഗത്ത് 1-ാം നമ്പർ ആയിട്ട് നമ്മൾ നിൽക്കുന്നതിനുള്ള കാര്യം. 13 വയസ്സ് അവിനാശിനെ പോലുള്ള കുട്ടികളുടെ ഏറ്റവും വലിയ സ്വത്തും അല്ലേ, ഏറ്റവും വലിയ സമ്പാദ്യവും ആ സ്കൂൾ ബാഗാണ്. ആ ബാഗിനകത്താണ് അവന്റെ ജീവിതവും അവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും